गोविंदनाम संकीर्तनम गोविंद गो जय बोल सद्गुरुनाथ महाराज की जय. ഇന്നലെ നമ്മൾ മാഹാത്മ്യം കേട്ടു. മാഹാത്മ്യത്തിൽ ഭക്തിദേവിയെ ഒരു അമ്മയായും ജ്ഞാനവൈരാഗ്യങ്ങൾ കുട്ടികളായും അവിടെ വർണ്ണിച്ചു. എന്താണ് താത്പര്യം? ജ്ഞാനം വൈരാഗ്യം വേണമെങ്കിൽ ഭക്തി ചെയ്യണം. ഒരു കുട്ടിയെ നമ്മൾ വിളിച്ചാൽ കുട്ടി വരില്ലേ, ഓടും. കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയെ വിളിക്കണം. അമ്മയെ വിളിച്ചാൽ പിന്നെ അമ്മയുടെ സാന്നിധ്യം പിടിച്ച് കുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നോളും. അതുപോലെ നമുക്ക് ജ്ഞാനം വേണം ആഗ്രഹിക്കുന്നവർ ജ്ഞാനത്തിന് വേണ്ടി പ്രയാസപ്പെട്ടാൽ ജ്ഞാനം വരാൻ ബുദ്ധിമുട്ടാണ്. ജ്ഞാനശബ്ദം നമുക്ക് പഠിക്കാം. ജ്ഞാനം ജ്ഞാനേ ജ്ഞാനാണി, ജ്ഞാനം ജ്ഞാനേ ജ്ഞാനാണി. ജ്ഞാനശബ്ദം ഉണ്ട്. അനുഭവത്തിൽ ജ്ഞാനം വരില്ല. അതേപോലെ വൈരാഗ്യം പറഞ്ഞാൽ മലയാള വൈരാഗ്യമില്ല, സംസ്കൃതത്തിൽ വൈരാഗ്യം പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ്, ആഗ്രഹമില്ലാതെ ജീവിക്കാം. അതാണ് വൈരാഗ്യം പറയുന്നത്. ചില ആളുകൾ നീ കാപ്പി കുടിക്കില്ലേ എന്ന് തീരുമാനമാകും. ഇങ്ങനെ കുറച്ച് കാലം ഒരു മാസം കാപ്പി കുടിക്കാതെ ജീവിക്കും. പിന്നെ എവിടെയെങ്കിലും കല്യാണത്തിൽ പോയി നല്ല കാപ്പി കിട്ടിയാൽ പിന്നെ ചെയ്യും, ഒരു മാസത്തിന് ചേർത്ത് ഒരു മൊന്ത കാപ്പി കുടിച്ചിട്ട്. അപ്പോൾ ജ്ഞാനം വൈരാഗ്യം വന്നതുപോലെ തോന്നും, പിന്നെ പോവും. കുട്ടികളെ പോലെയാണ്. കുട്ടികൾ വരെ പിന്നെ തിരിച്ച് പോടും. അതുപോലെയാണ്. അപ്പോൾ ജ്ഞാനവൈരാഗ്യം നമുക്ക് കുറയ്ക്കണമെങ്കിൽ, ദൃഢമായി കിട്ടണമെങ്കിൽ അതിന് ഭക്തി ചെയ്യണം. അതാണ് ഇവിടെ നാരദൻ ജ്ഞാനവൈരാഗ്യങ്ങളെ കുട്ടികളായും ഭക്തിയെ അവിടെ അമ്മയായിട്ടും കണ്ടു. ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഒരു സന്തോഷം, ഒരു യുവത്വം കിട്ടാൻ വേണ്ടി അദ്ദേഹം സപ്താഹം നടത്തി എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു മഹാത്മ്യത്തിൽ. അതിനുശേഷം 2 അധ്യായത്തിൽ ദുന്ധുകാരി ഉപാഖ്യാനം. ആ ഉപാഖ്യാനത്തിൻ്റെ തത്വം എന്താണ് ചോദിച്ചാൽ, ആത്മദേവൻ പേരുള്ള ബ്രാഹ്മണൻ ദുന്ധുലിനെ സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിതം നടത്തുന്നു. സന്താനഭാഗ്യം ഇല്ല. ആത്മദേവൻ പറഞ്ഞാൽ നമ്മൾ ഓരോ ജീവനും ബുദ്ധിയെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. ബുദ്ധിക്കും ജീവനക്കും ഉണ്ടാകേണ്ട സന്താനം എന്താണ്? ജ്ഞാനമാകുന്ന സന്താനം ലഭിച്ചിട്ടില്ല. അപ്പോൾ മഹാത്മാവിൻ്റെ അടുത്ത് നിന്നപ്പോൾ അദ്ദേഹം പഴം കൊടുത്തു. അതിന് ജ്ഞാനഫലം, ജ്ഞാനമാകുന്ന പഴമാണ് കൊടുത്തു. പക്ഷേ എന്ത് ചെയ്തു? ആത്മദേവൻ സ്വയം കഴിക്കാതെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയി. ഭാര്യ എന്ത് ചെയ്തു? സഹോദരിയോട് ചോദിച്ചു, ഇത് എന്താ ചെയ്യണം? ഈ ബുദ്ധിയുടെ സഹോദരി ആരാണ്? മനസ്സ്. നമ്മൾ മനസ്സിനോട് തീരുമാനം എടുക്കേണ്ടത് ബുദ്ധിയാണ്. മിക്കവാറും ബുദ്ധി തീരുമാനം എടുക്കാറില്ല, മനസ്സ് പറഞ്ഞതേ കേൾക്കുള്ളൂ. ഇപ്പോൾ സഹോദരിയോട് ചോദിച്ചപ്പോൾ സഹോദരി എന്ത് പറഞ്ഞു? ഇതൊരു പരീക്ഷിക്കാം, പശുവിനെ കൊടുത്തോളൂ പറഞ്ഞു. പശുവിനെ കൊടുത്തു പറഞ്ഞാൽ അർത്ഥം ശബ്ദത്തിന് ഇന്ദ്രിയം കൂടി അർത്ഥമുണ്ട്. പക്ഷേ ഈ ജ്ഞാനം കൊണ്ട് ചെയ്തു ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഫ്രിഡ്ജ്, TV, ഫാൻ, AC. ഈ ജ്ഞാനം കൊണ്ട് ഭഗവാൻ എത്താൻ കൊടുത്ത ജ്ഞാനത്തെ കൊണ്ട് ഈ ജീവൻ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ട സാധനം കൂടുതൽ ഉണ്ടാക്കുന്നു. അങ്ങനെ പശുവിനെ കൊടുത്തു. എന്നായാലും മഹാത്മാവിൻ്റെ നിശ്ചയം എന്താണ്? ഇദ്ദേഹത്തെ ജ്ഞാനം കിട്ടാൻ വേണ്ടിയല്ലേ പഴം കൊടുത്തു. അപ്പോൾ പശുവിന് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയാണ് ഗോകർണൻ. ആ ഗോകർണൻ അവസാനം വീണ്ടും ഭാഗവതം ആത്മദേവന് കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെ സഹോദരി പുത്രനായ ദുന്ധുകാരി 5 വേശിയോട് ജീവിതം നടത്തി പറയുന്നു. പഞ്ചപന്യവധൂർത. അതേ തന്നെ തത്വം. നമുക്ക് ഓരോരാൾക്കും 5 വേശികളാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. 5 ഭാര്യയെ വിവാഹം കഴിച്ച ആളുടെ കഥ പോലെയാണ്. 5 ഭാര്യയെ വിവാഹം കഴിച്ച ഒരാൾ എന്ത് ചെയ്തു? ഒരു ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരും, അത് വളത്തേക്ക് പഠിച്ച് വിളിക്കും.
വേറൊരു ഭാര്യയെ ഇടത്തെ കൈ പിടിച്ച് വലിക്കുന്നു, ഇങ്ങോട്ട് വരും. വേറൊരു ഭാര്യയെ വളത്തെ കാല പിടിച്ച് ഇങ്ങനെ വലിക്കുന്നു. വേറൊരു ഭാര്യ ഇടത്തെ കാലം ഇടയ്ക്ക് വ്യവസ്ഥ ഇങ്ങനെ ഉൾക്കൊണ്ടത് പോലെയാണ് ഈ 5 ഇന്ദ്രിയങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ജീവൻ അവസാനം ഈ വേശ്യയോട് കൂടുതൽ നടത്തുന്നവർ എന്ത് ചെയ്യും? നല്ല ആളാണെങ്കിലും ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ സപ്താഹം ഇതൊക്കെ നല്ല കാര്യത്തിന് പോകും, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിന് വേറെ ദിക്കിലേക്ക് പോകും. അങ്ങനെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി പോയ ആൾ അവസാനം പ്രേതമായി ജനിക്കേണ്ടി വന്നു. അതാണ് പ്രേതമായി പ്രേതനായി ദുന്ധുകാരി. അപ്പോഴാണ് ഗോകർണൻ അവൻ്റെ സദ്ഗതിക്ക് വേണ്ടി സപ്താഹം നടത്തി. സപ്താഹം കൊണ്ട് ദുന്ധുകാരിക്ക് മുക്തി കിട്ടി എന്നാണ് ഇന്നത്തെ മഹാത്മ്യത്തിൻ്റെ കഥ നമ്മൾ അനുസ്മരിച്ചു. പിന്നെ ഭാഗവതം ആദ്യത്തെ അധ്യായത്തിൽ വ്യാസാചാര്യൻ തൻ്റെ ഗ്രന്ഥം നിർവിഘ്നമായി സമർപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാനെ നമിക്കുന്നു. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ.